പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ എത്രയും സ്നേഹമുള്ള ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്ന നന്മ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലാണ്. സൂറത്ത് ബഖറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, 271 ആയത്തായിട്ട്, നിങ്ങൾ ഒരാൾക്കൊരു നന്മ ചെയ്യുകയാണെങ്കിൽ അത് പരസ്യമായി ചെയ്യുകയാണെങ്കിൽ നല്ലത്. പക്ഷേ ആ ചെയ്യുന്ന നന്മ രഹസ്യമായിട്ടും അതൊരു പാവപ്പെട്ടവനുമാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമെന്ന്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ ചെയ്യുന്ന നന്മ വളരെ രഹസ്യമായിട്ട് വേണം. അതായത് നമ്മൾ ചെയ്യുന്ന വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയാത്ത രൂപത്തിലുള്ള. പിന്നെ നമ്മൾ ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് നിഷ്കളങ്കമായിരിക്കണം. അത് മറ്റൊരു ഉദ്ദേശവും അതിൽ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ആ നന്മ ചെയ്യൽ. ഇനി നമ്മളൊരാൾക്കൊരു നന്മ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടാവരുത്. കാരണം അത് ഏത് സമയത്തും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനത് നിനക്ക് തന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് കൊണ്ടല്ലേ എന്ന രൂപത്തിൽ അവരെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ അവരിൽ നിന്നും മറ്റൊരു പ്രത്യുപകാരം ഇങ്ങോട്ടും പ്രതീക്ഷിക്കുക. അതൊന്നും ഇസ്ലാമികമല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മറക്കുക. അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് അള്ളാഹു തരും എന്നുള്ളൊരു നിയ്യത്ത് മാത്രമേ പാടുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്ന നന്മ നമ്മൾ ആ മനുഷ്യനല്ല ചെയ്യുന്നത്, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു പ്രവർത്തനം മാത്രമാക്കി അത് എടുത്താൽ നമുക്ക് പിന്നെ അവിടെ ഒരു മനസാക്ഷി കുത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 7 കൂട്ടർക്ക് അള്ളാഹു മറ്റൊരു തണലും ഇല്ലാത്തൊരു ദിവസം, അതായത് മഹ്ശറയിൽ വെച്ച് തണലിട്ട് കൊടുക്കുന്നതിൽ ഒരു കൂട്ടരാരാണ്? താൻ ചെയ്യുന്ന പ്രവൃത്തി, തൻ്റെ വലത് കൈ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഇടത് കൈ അറിയാത്തവരാണെന്ന്. അപ്പോൾ നമ്മുടെ ഇസ്ലാമിൽ എന്തുമാത്രം രഹസ്യമായിട്ട് നന്മ ചെയ്യുന്നതിന് എന്തുമാത്രം പ്രോത്സാഹനം നൽകുന്നുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അതേപോലെ നമ്മൾ ചെയ്യുന്ന നന്മക്ക് ഒരിക്കലും അതിൽ മറ്റൊരു ലക്ഷ്യം നമ്മൾ കാണരുത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം എന്നുള്ളൊരു വിശ്വാസം. ഇനി ഇതിന് മറ്റൊരു വശമുണ്ട്. ചിലപ്പോൾ നമ്മളൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമൊക്കെ ആയിരിക്കും ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അവിടെ നമ്മൾക്ക് അത് മറ്റുള്ളവരെ അറിയിച്ചാൽ നമ്മളുടെ ലക്ഷ്യം മറ്റുള്ളവരെ അറിയിച്ച് പേരെടുക്കുക എന്നാവരുത്. പക്ഷേ മറ്റുള്ളവരെ നമ്മൾ ചെയ്യുന്നത് അറിഞ്ഞാൽ അവരും കൂടെ എന്തെങ്കിലും ഇതിലേക്കൊരു ഭാഗവാക്കാവുമോ എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് പബ്ലിക്കാക്കുന്നതിന് അല്ലെ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് തെറ്റില്ല. അതേപോലെ മറ്റുള്ളവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി അവർക്കും കൂടി ഇതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ എന്നാഗ്രഹിക്കുന്നതിലും പബ്ലിക്കാക്കുന്നതിൽ തെറ്റില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രവർത്തകൻ നന്മ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.